അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കോളീസ് തോട്ടം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പഴയ കോളീസ് എന്നെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇവിടെ എല്ലാം നമ്മളിങ്ങനെ വീടിൻ്റെ പുറകുവശത്തായിട്ട് ഇങ്ങനെ നട്ടു വെച്ചിരിക്കുകയാണ്. എന്ത് രസമാണ് കാണാനായിട്ട്. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കോളീസ് ചെടിയെക്കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതായത് കണ്ണാടി ചെടി, തിരുഹൃദയം ചെടി, മാസം മാറി എന്ന പല പേരിലൊക്കെയാണ് പല സ്ഥലത്തും അറിയപ്പെടുന്നത്. ഈ മാസം മാറി എന്നൊക്കെ നമ്മൾ ആദ്യം കേൾക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴും നമുക്ക് ശരിക്കും മനസ്സിലായി ഇത് മാസം മാറി തന്നെയാണ്. കാരണം എല്ലാ മാസവും ഇതിൻ്റെ നിറം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. എങ്കിലും നമ്മുടെ കയ്യിൽ ഇപ്പം 54 ടൈപ്പ് കോളീസ് ചെടിയാണുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ കോളീസ് ചെടി കാണുന്നതിനോടൊപ്പം തന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, അപ്പോൾ നമ്മുടെ ഓണം കൃഷി ചാലഞ്ചൊക്കെ നമ്മൾ തുടങ്ങുന്നു എന്നുള്ള കാര്യം ഓരോ വീഡിയോയിലും നമ്മൾ പറയുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നമ്മൾ 50,000 പച്ചക്കറി കൃഷി തോട്ടമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ തോട്ടം എന്ന് പറഞ്ഞാൽ വലിയ ഏക്കർ കണക്കിന് തോട്ടമൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ മാത്രമാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ചിലർക്കൊക്കെ ഡൗട്ടുണ്ട്, വിത്ത് മുതൽ വിളവ് വരെ കാണിക്കണോ ചേച്ചി എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഉള്ളത്, ഇപ്പം നിങ്ങൾ കൃഷി തുടങ്ങിയത് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനകത്ത് കാണിക്കുക. അപ്പം വിത്ത് മുതൽ വിളവ് വരെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞങ്ങൾ പച്ചക്കറി തോട്ടം തുടങ്ങി ചേച്ചി, ഞങ്ങളുടെ തോട്ടം ഇതാണ് എന്നും കാണിക്കുക. അതല്ല, വിളവെടുത്തിട്ട് അതും കാണിക്കുക. നിങ്ങളുടെ വീട്ടിൽ ജൂലൈ മുതലുള്ളതായ എല്ലാ കൃഷികളും ഇതിനകത്ത് നിങ്ങൾക്ക് 2 മിനിറ്റ് കൊണ്ടുള്ളതായ ഒരു വീഡിയോയിൽ താഴെ കാണുന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ച് നമ്മുടെ യൂട്യൂബിനകത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് നോക്കിയാലും നിങ്ങൾക്കതെല്ലാം മനസ്സിലാവുന്നതായിരിക്കും. അപ്പം ആദ്യം തന്നെ നമ്മുടെ പലതരത്തിലുള്ളതായ കോളീസ് ചെടികളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എന്ത് രസമാണ് നിൽക്കുന്നത് കാണാൻ. ഓരോ മാസവും അതിൻ്റെ നിറങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം പുതിയ കുറേ വെറൈറ്റികൾ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം നമ്മൾ തുടങ്ങിയ കോളീസ് ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ഇത്രയും കോളീസ് നമ്മുടെ വീട്ടിൽ നമ്മളിപ്പം വളർത്തുന്നുണ്ട്. അതിൽ നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പം പപ്പയാണിത് കൂടുതലും കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തുള്ള നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കുറേ നല്ല വെറൈറ്റി മിനിയേച്ചർ ടൈപ്പൊക്കെ നമ്മൾ കുറേ ആക്കിയിട്ടുണ്ട്. നല്ല രസമാണ് അതെല്ലാം കാണാനായിട്ട്. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഇത് കണ്ടില്ലേ നിൽക്കുന്നത്, എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്ന കാണാൻ. ഇതിപ്പം മിനിയേച്ചർ ടൈപ്പാണ്. ഇതിപ്പം ഒരുപാട് അങ്ങ് വളർന്ന് പോവുകയില്ല, ഇങ്ങനെ ബുഷായിട്ട് ഇങ്ങനെ നിൽക്കും. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ കട്ടിങ്സൊക്കെ നമുക്ക് ഒടിച്ചൊക്കെ കുത്തി കൊടുത്താൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് പിന്നെയും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നിൽക്കും. ഇതിപ്പം ഒരു ചട്ടി ഒരു പ്ലാസ്റ്റിക് ഇതിനകത്താണ് ഞാൻ നട്ടിരിക്കുന്നത്, പോട്ടിനകത്താണ് നട്ടിരിക്കുന്നത്. അപ്പം നമുക്കിനി അടുത്തത് കാണാം. അപ്പോൾ ഈ ചെടി നിൽക്കുന്നുണ്ടല്ലോ, എന്ത് ഭംഗിയാണ് കാണാൻ നോക്കിയത്. അതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല അടിപൊളി കളറ്. ഇതും കണ്ടില്ലേ, ഇത് നല്ല സൂപ്പർ കളർ. ഒരു കൊച്ചു തണ്ട് മതി, അതങ്ങ് ഇഷ്ടംപോലെ അങ്ങ് ആയിക്കോളും. വീണ്ടും നമ്മളതിനെ ഒടിച്ചൊടിച്ച് നടണം. അപ്പോൾ നല്ലതുപോലെ അങ്ങ് വളർന്നു വന്നോളും. കണ്ടില്ലേ നിൽക്കുന്നത്, നല്ല ഡാർക്ക് ബ്രൗണും അതിൻ്റെ നടുക്കായിട്ടൊരു പിങ്കും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. ഇനി നമ്മുടെ പുതിയ ടൈപ്പുകളെ കാണണ്ടായോ. ഇത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ടൈപ്പാണ്. ഇതും കണ്ടില്ലേ, അധികം വലിപ്പമില്ലാത്ത ഇലയാണ്, നീളത്തിൽ. നല്ല രസമാണത് കാണാനായിട്ട്. ഇത് ഇപ്പം പുതിയ ഇനമാണിത്. ഇത് കണ്ടില്ലേ, നല്ല രസമായിട്ട് നല്ല ചിറക് മാതിരിയുള്ള അതിൻ്റെ ഇലയും ഗ്രീനും ബ്രൗണും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ നീളത്തിൽ വരുന്നതിനെയൊക്കെ നമ്മൾ ഒടിച്ച് കുത്തി നട്ടാൽ നല്ല ബുഷിയായിട്ടങ്ങ് വളർന്നു വരും. ഈ കൊമ്പുകൾ തന്നെ ഈ ചട്ടിക്കകത്തോട്ട് നട്ടാലും മതിയാകും. നല്ല രീതിയിൽ ബുഷിയായിട്ടങ്ങ് വളർന്നോളും. ഇതും പുതിയ ടൈപ്പാണ്. കണ്ടില്ലേ, ഇത് ഈ കളറായിരുന്നു. കളറിങ്ങനെ മാറി ഇപ്പം ഗ്രീനിലോട്ട് ഇങ്ങനെ വരികയാണ്. ഉണ്ടോ, നല്ല ഭംഗിയുള്ള ഇലകളാണ്. ഇതും ഒറ്റ കളറേ ഉള്ളൂ ഇങ്ങനെ ഒരു കോളീസ്. പക്ഷേങ്കിൽ നിറമൊക്കെ മാറും കേട്ടോ. ഓരോ മാസം ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇലയൊക്കെ ഗ്രീനും ഒക്കെ ആയി വരുന്നുണ്ടല്ലേ. ഇതിപ്പോൾ നമ്മുടെ കൈ നേരത്തെ ഇരുന്ന കോളീസാണ്. അപ്പോൾ ഇതിന് നമ്മളിങ്ങനെ മണ്ട ഇങ്ങനെ നുള്ളി കൊടുത്താൽ അത് നല്ലതുപോലെ വളർന്നു വരും. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അത് കാണിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു നോക്കിയാൽ അതൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇതും നമ്മുടെ കയ്യിൽ നേരത്തെ ഇരുന്ന ചെടി തന്നെയാണ്. ഇപ്പം ഇതിൻ്റെ നടുക്കെന്ന് പറഞ്ഞാൽ മെറൂൺ കളറും അതിന് ചുറ്റിനും നല്ല ഗ്രീൻ കളറുമായിട്ട് നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ മണ്ടയൊക്കെ ഇങ്ങനെ ഒന്ന് നുള്ളി കൊടുത്താൽ പിന്നെ അതിനകത്ത് ഇഷ്ടം പോലെ ശിഖരങ്ങൾ വന്നോളൂ. ഇതിങ്ങനെ നുള്ളി അങ്ങ് കളഞ്ഞിരുന്നാൽ മതി. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലീഫാണ്. എന്ത് രസമാണ് കാണാൻ. ഇതിൻ്റെ വേറൊരു വെറൈറ്റിയും കൂടെ. ഇത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇതിനെ കാണാനായിട്ട്. കണ്ടില്ലേ, ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പോൾ നടുക്കെല്ലാം നല്ലൊരു പിങ്ക് കളറും ക്രീം കളറും ഗ്രീൻ കളറും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇത് നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മെറൂൺ കളറും അതുപോലെ തന്നെ ഗ്രീൻ കളറും, നല്ലൊരു ഗ്രീൻ കളറാണിത്.
ലൈറ്റ് ഗ്രീനാണ്. ഈ ഗ്രീൻ ടൈപ്പുകളെല്ലാം നമ്മൾ ഒരിടത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ്ട് ഇത് കണ്ടില്ലേ, ഇത് ഈ ഗ്രീൻ്റെ നടുക്കായിട്ട് ഒരു ചെറിയ ക്രീം കളറും ഒക്കെ ആയിട്ട് ഒരു കണ്ണാടിച്ചെടി. ഇപ്പം അതിൻ്റെ മാസം മാറി എന്ന് പറയുന്ന പോലെ കണ്ടില്ലേ, നിറമൊക്കെ ഇങ്ങനെ മാറിയൊക്കെ വരുന്ന കണ്ടില്ലേ. അതിനകത്ത് ഈ വരുന്ന പൂക്കളൊക്കെ നമ്മൾ നുള്ളിക്കളയാന്നുണ്ടെങ്കിൽ അവിടുന്ന് വേറെ വേറെ കൊമ്പുകളൊക്കെ വന്നോളും. അപ്പം ഇതിനകത്തുനിന്നും വിത്തുകളൊക്കെ എടുക്കുമെന്നാണ് പറയുന്നത്. ഞാനിതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. ഇത് നല്ല ഒരു അടിപൊളി കളറാണ്, ബ്രൗൺ കളറ്. ബ്രൗൺ കളറിനകത്ത് ഒരു പിങ്ക് കളറും ഒക്കെ ആയിട്ട് നടുക്ക് ഭാഗത്തുണ്ട്. ഇത് വേറെ ഒരു വെറൈറ്റിയാണിത്. ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെയും ഷേപ്പും ഇലയുടെയൊക്കെ നിറമൊക്കെ മാറി മാറി ഇങ്ങനെ വരാറുണ്ട്. ഇത് വേറെ ഒരു വെറൈറ്റിയാണിത്. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് നല്ല അടിപൊളി കളറാണ്, എന്ത് രസമാണ് കാണാനായിട്ട്. ഓഹോ, സുന്ദരമായിട്ടുള്ളൊരു കളറാണിത്. ഇതിൻ്റെ ഇലയുടെയൊക്കെ ഒരു ഭംഗി നോക്കിക്കേ, സൂപ്പറായിട്ടുണ്ട്. ഇത് ഒരു കുഞ്ഞ് തണ്ട് കൊണ്ടുവന്ന് വെച്ചതാണ് ഇപ്പോഴും ഇത് ഇത്രയായത്. ഇപ്പോൾ നമ്മൾ വളരുന്നതിനനുസരിച്ച് അതിൻ്റെ മണ്ട നുള്ളി കൊടുക്കുമ്പോൾ നല്ല ബുഷിയായിട്ട് ഇങ്ങനെ വളർന്നു വന്നോളും. അതിൻ്റെ തന്നെ ഡാർക്ക് ബ്രൗൺ ആയിരുന്നു ഇത്. ഇപ്പോൾ അത് ചേഞ്ചായി ഇപ്പോൾ ഈ പരുവത്തിലെത്തിയിട്ടുണ്ട്. കണ്ടോ, ഈ ഇലയൊക്കെ നിൽക്കുന്നുണ്ടല്ലേ, ഇതേ രീതിയിൽ നിൽക്കുമായിരുന്നു. ഇലയ്ക്കകത്ത് ദാണ്ട് ഇങ്ങനെ ഉള്ളതുണ്ട്. ഇതിങ്ങനെ മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെ ആർമിക്കാരുടെ വേഷം മാതിരിയുള്ള കുറേ കോളീസ് ഇവിടെ നിൽപ്പുണ്ട്. നോക്കി ഒന്ന് 3-4 ഒന്ന് കാണിച്ച്. ഗ്രീനും ബ്രൗണും ഒക്കെ ആയിട്ട് കുറേ വേഷങ്ങൾ, കുറേ ചെടികൾ. അപ്പം നമ്മൾ വിചാരിക്കുന്നതെല്ലാം ഒരേ ടൈപ്പാണെന്ന്, പക്ഷേ നല്ല വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. എല്ലാം മിനിയേച്ചർ ടൈപ്പാണ്, ഒരുപാട് ആർത്തി പിടിച്ച് വളരുന്ന ടൈപ്പല്ല, ബുഷിയായിട്ട് അങ്ങ് നിൽക്കുന്നതാണിത്. ഇത് കണ്ടില്ല, ആ ഇലയുടെ ഈ ഗ്രീൻ കളറ് പിന്നെ ഒരു ബ്രൗൺ കളറും ഒക്കെ ആയിട്ട് ഒരു നല്ല രസമുള്ള ചെടി, ലൈറ്റ് ഗ്രീനാണ്. ഇത് വേറെ ഒരു ടൈപ്പാണിത്. ഇതും പുതിയ ടൈപ്പാണ് കേട്ടോ. ഇതിൻ്റെ ഇലയൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് വേറൊരു വെറൈറ്റി. എന്ത് രസമാണ് ഇതിൻ്റെ ഇലയൊക്കെ കാണാനായിട്ട്. ഇതൊരുപാട് അങ്ങോട്ട് ആർത്തി പിടിച്ച് വളരത്തില്ല കേട്ടോ, പെയ്യെ ഇത് വളർന്നു വരത്തുള്ളൂ. ഇത് വേറെ ഒരു വെറൈറ്റി. ഇതിങ്ങനെ കളറ് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലേ. കൊണ്ടുവന്നപ്പോൾ ഇതേ ടൈപ്പായിരുന്നു, പിന്നെ അത് മാറി മാറി ഇതാണ്ട് ഈ ഗ്രീനൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ. പിന്നെ വേറെ ടൈപ്പാണ് ഇത്. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നോക്കിയാലോ, നിൽക്കുന്ന നോക്കിയാൽ നല്ല രസമുണ്ട് കാണാൻ. ഇത് നമ്മുടെ നേരത്തെ നിൽക്കുന്ന കോളീസാണിത്. നല്ല ഭംഗിയാണ് ഇതിനെ കാണാനായിട്ട്. ആ നടുക്കുള്ള എന്താണ് പിങ്ക് കളറാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതൊരു മിനിയേച്ചർ ടൈപ്പാണ്. ഇത് അധികം വളരത്തില്ല, അവിടെ ബുഷിയായിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കത്തേ ഉള്ളൂ. നമ്മൾ കൊച്ചു കൊച്ചു കമ്പുകൾ താഴെ ഒടിച്ച് കുത്തി കൊടുത്താൽ അതിങ്ങനെ നല്ല ബുഷിയായിട്ട് അങ്ങ് നിന്നോളും. ഇതും വേറൊരു ടൈപ്പാണിത്. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ എല്ലാ നിറങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇത് കണ്ടില്ലേ, ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇങ്ങനെയാണ് അതിൻ്റെ ഇങ്ങനെയാണ് നിൽക്കുന്നത്. പിന്നെ അത് ഇങ്ങനെയാവും, പിന്നെ ഇങ്ങനെയാവും. ഓരോ മാസവും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഒന്നിൽ തന്നെ പല കളറിലായിട്ടാണ് ഇത് നിൽക്കുന്നത്. അത് പറമ്പിൽ ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. ഇതിൻ്റെ ഒരു കമ്പ് കിട്ടാൻ എന്തോരം പാടുപെട്ടേന്നറിയാം. അതിൻ്റെ ചന്തം കണ്ടിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഒരു കമ്പ് കിട്ടി. ഇപ്പം നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഇത് പിടിച്ചിട്ടുണ്ട്. ഇത് പറമ്പിലാണ് കൂടുതലും നിൽക്കുന്നത്. ഇതും വേറെ ഒരു ടൈപ്പാണിത്. അപ്പം കണ്ടാൽ തോന്നും എല്ലാം ഒരേപോലെയൊക്കെ ഇരിക്കുകയാണല്ലോ എന്ന്. അതല്ല, എല്ലാം വേറെ വേറെയാണ്. ഇത് കണ്ടില്ലേ, ഇത് കൂടുതൽ ബ്രൗൺ കളറും സെൻട്രൽ ഭാഗത്ത് ബ്രൗൺ കളറും ചുറ്റിനും ഗ്രീനും ഒക്കെ ആയിട്ട് ഉള്ള കളറ്. ഇത് നല്ല രസമാണ് കാണാനായിട്ട്. ഇതിപ്പം ചുറ്റിനും നല്ല ക്രീമും പിങ്കും എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ നടുക്ക് ഗ്രീന്, പിന്നെ ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക് ഒക്കെ ആയിട്ട് നല്ലൊരു കൂടി നിൽക്കുന്ന ഒരു ഇല ടൈപ്പാണിത്. നല്ല രസമാണ് കാണാനായിട്ട്. ഇതും മിലിറ്ററിക്കാരുടെ വേഷം മാതിരിയാണ്. ഇതിൻ്റെ ഇല ഇങ്ങനെ 2 കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. ഇതും ബുഷിയായിട്ട് വളരുന്ന ഒരു മിനിയേച്ചർ ടൈപ്പാണിത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലൊരു സുന്ദരിയായിട്ടുള്ള ഒരു ചെടിയാണ്. എന്ത് രസമാണ്. ഇതിൻ്റെ ഇല ഇത്രയേ ഉള്ളൂ, ഇതധികം വളരത്തില്ല. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ഇങ്ങനെ ചെറുതായിട്ട് കുഞ്ഞമ്മണിയായിട്ടങ്ങ് നിന്നോളാം. ഇതും കണ്ടില്ലേ, ഇത് അധികം വളരുന്ന ടൈപ്പല്ല, ഒരു മിനിയേച്ചർ ടൈപ്പാണ്. നല്ല രസമാണ് അതിൻ്റെ ഇലയൊക്കെ കാണാനായിട്ട്. നല്ല സ്പ്രേ ചെയ്ത മാതിരിയാണ് അതിൻ്റെ ഇലയൊക്കെ നിൽക്കുന്നത്. കണ്ടില്ലേ. അടുത്തെന്ന് വെച്ചാൽ ഈ ഒരു ചെടി നല്ല രസമാണ് കാണാൻ. സ്പ്രേ പെയിൻറ്റിങ് തന്നെ, നോക്കിക്കേ, സ്പ്രേ ചെയ്ത മാതിരി അതിൻ്റെ ഇലയൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. നല്ല ബ്രൗൺ കളറും ക്രീം കളറും ഒക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇലയുടെ ഭംഗി കണ്ടില്ലേ, ഇതിനകത്ത് മെറൂൺ കളറ്, ഗ്രീൻ കളറ്, അതുപോലെ തന്നെ ക്രീം കളറ് നടുക്കായിട്ട് നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. ശരിക്കും സ്പ്രേ പെയിൻറ്റിങ് നോക്കിക്കുക, എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഇത് തന്നെ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുക, കണ്ടോ. ഇത് തന്നെയാണ് സംഭവം ഈ നിൽക്കുന്നത്. അതിനകത്ത് ഒരല വന്നേക്കുന്നുണ്ടല്ലേ.
വീണ്ടും ചേഞ്ചസ് ആണ് നോക്കിക്കേ. ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇല കാണാനായിട്ട്. ഒരു കുഞ്ഞു തണ്ട് നമ്മൾ വാങ്ങി വെച്ചതാണ്. ഇത് വേറെ ടൈപ്പ് സ്പ്രേ ചെയ്ത മാതിരിയുള്ള ഒരു ചെടി തന്നെയാണ്. നോക്കിക്കുക, അതിനകത്തും വരുന്ന മാറ്റങ്ങൾ കണ്ടില്ലേ. അപ്പം എന്തുകൊണ്ട് ആ ഇല ഈ രൂപത്തിലായിട്ടുണ്ട്. താഴെ നോക്കിക്കുക, വേറൊരു രൂപത്തിലായിട്ടുണ്ട്. ഇത് നമ്മുടെ ആദ്യം ഉള്ള തന്നെ ചെടിയാണ്. ഇതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ഇതിൻ്റെ ലീഫൊക്കെ എന്ത് രസമാണ് കാണാനായിട്ട്. ഇതും നല്ല ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇലകൾ. ഇത് നല്ല മെറൂൺ കളറ്, അതിനകത്ത് നല്ല ഡാർക്ക് പിങ്ക്, പിന്നെ അതിൻ്റെ ബോർഡറിലെല്ലാം ഗ്രീൻ കളർ, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഇല. പക്ഷേ ചില സമയത്ത് താണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ താണ്ട് ഒരുപാട് ഗ്രീൻ ആയിരിക്കും, പിന്നെ നടുക്ക് ഭാഗത്ത് മെറൂൺ കുറവായിരിക്കും. അങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും ഇതൊക്കെ അങ്ങ് മാറും. ഇതും അധികം വളരാത്ത മിനിയേച്ചർ ടൈപ്പ് തന്നെയാണ്. കണ്ടില്ലേ, ഇതിങ്ങനെ ബുഷിയായിട്ടങ്ങ് നിൽക്കുന്ന ഒരു ടൈപ്പാണിത്. അതിൻ്റെ ഒരു വേറൊരു വെറൈറ്റിയാണ് താണ്ട ഈ നിൽക്കുന്നത്. കണ്ട ഒരുപോലെയൊക്കെ തോന്നുമെങ്കിലും ഒന്നൊന്നുമല്ല. ഇതിൻ്റെ ഇലയിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഇലയിൽ ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലേ. ഇതും നമ്മുടെ കയ്യിൽ ഉള്ള ചെടി തന്നെയാണ്. ഇതും നല്ല ഭംഗിയാണ് കാണാൻ. വെയിലത്ത് വയ്ക്കുമ്പോൾ നല്ല കളറും, വെയിൽ കുറവാണെന്നുണ്ടെങ്കിൽ വേറൊരു കളറുമായിട്ടൊക്കെ മാറുന്ന ചെടിയാണ് ഇത്. ഇതും നല്ല സൂപ്പർ ചെടിയാണ്. ഇതിപ്പം എല്ലാവരുടെയും വീട്ടിലുള്ള ടൈപ്പാണ്. ഞാനിപ്പോൾ ഈ കാണിച്ച 2-3 ഇവിടെ നിൽക്കുന്നത്. ഇതിപ്പം നല്ല വലിപ്പത്തിലുള്ള ഇലയാണിത്. അതുപോലെ നല്ല ഡാർക്ക് മജന്തയും ബോർഡർ ഒരു ഗ്രീനും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ഇലയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇലകളൊക്കെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഉള്ളിക്കളയുക. പിന്നെ വേപ്പെണ്ണയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തളിച്ചു കൊടുത്താൽ നല്ലതുപോലെ ഇരിക്കും. ഞാൻ ഈ വേപ്പെണ്ണയൊന്നും തളിക്കാറില്ല കേട്ടോ. പിന്നെ നല്ല വേറൊരു ടൈപ്പാണിത്. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള ഇലയാണ് ഇതിനുള്ളത്. നേരത്തെ ഇരുന്ന് തന്നെ കോളീസാണിത്. ഇതും ഇല നല്ല ഭംഗിയാണ്. അതിൻ്റെ ക്രീമും അതുപോലെ ഗ്രീനും കൂടെ ചേർന്നിട്ട് എന്ത് രസമാണ് കാണാമെന്നറിയാമോ. ഇതിപ്പോൾ ഇവിടെ നിറയെ ഉണ്ട്. ഇത് നല്ലൊരു സുന്ദരി കുട്ടിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ ലീഫൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊക്കെ കുറച്ചുകൂടെ വളരും കേട്ടോ. കുറച്ചുകൂടെ വളരുമ്പോഴും നല്ല ഭംഗി അതിൻ്റെ ഇലയൊക്കെ കാണാനായിട്ട് സൂപ്പറാണ്. ഇതിനെനിക്ക് കണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ സുന്ദരി കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ. എത്ര കളറാണെന്ന് നോക്കിയാൽ ഇതിൻ്റെ ഇലയ്ക്ക് പറയാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ കളറിൻ്റെ വർണ്ണന. നോക്കിക്കേ, സൂപ്പറായിട്ടുണ്ട്. ഇതാണ് അടുത്തതെന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് തന്നെയാണ്. അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഇലയുടെയൊക്കെ ഒരു ഷേപ്പ് കണ്ടില്ലേ, സൂപ്പറാണ് കാണാൻ. ഇതും വേറെ ഒരു ടൈപ്പാണ്. ഇത് കണ്ടില്ലേ, ഇത് മിനിയേച്ചർ ടൈപ്പ് തന്നെ. ഇത് ഇല അധികം അങ്ങ് കാടുപോലെ വളരത്തില്ല. ബുഷിയായിട്ട് നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ സുന്ദരി കുട്ടിയായിട്ട് ഇങ്ങനെ നിൽക്കും. ഇതും വേറെ ഒരു ടൈപ്പാണ്. ഇത് പായി വരുന്നതേ ഉള്ളൂ. ഇച്ചിരി വളർച്ച കുറവൊക്കെ ഉണ്ട്, ആരോഗ്യക്കുറവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതിന് ഇച്ചിരി വളമൊക്കെ കൊടുക്കണം, എങ്കിലേ അത് നന്നായി വരികയുള്ളൂ. ഇതും ഒരു പുതിയ മോഡൽ കണ്ണാടി ചെടിയാണ്. അതിന് ഇച്ചിരി ആരോഗ്യക്കുറവ് നന്നായിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ല രീതിയിൽ വളമൊക്കെ കൊടുത്തിട്ട് വേണം അതിനെ നന്നാക്കി എടുക്കാനായിട്ട്. ഇത് നല്ല സൂപ്പർ കളറാണ്. കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണാൻ. നമ്മൾ നേരത്തെ കാണിച്ച ഗ്രീനും ക്രീമും മാതിരിയാണ് ഇത്. ഇത് നല്ല മെറൂണും നല്ല ഡാർക്ക് പിങ്കും ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ കളർ കോമ്പിനേഷനാണ് കാണാൻ. അപ്പോൾ ഇതിൻ്റെ തണ്ടുകൾ നമുക്ക് കിട്ടുമ്പോഴും നമുക്ക് ഇച്ചിരി വാടിയിരുന്നാലും അത് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ അത് അങ്ങ് നേരെ ആയിക്കോളും. എന്നിട്ട് നമ്മൾ കുഴിച്ചിട്ട് ഒന്ന് കെയർ കൊടുത്താൽ അത് നല്ല രീതിയിൽ ഇങ്ങനെ വളർന്നു വന്നോളും. അപ്പോൾ ഞാൻ ഈ മണ്ണ് നട്ടേക്കുന്ന ഒന്നിന് ഞാൻ ഇങ്ങനെ വളമൊന്നും കൊടുക്കാറൊന്നുമില്ല. ഇവിടെ തന്നെ വളക്കൂറൊക്കെ ഉള്ള മണ്ണ് ആയതുകൊണ്ടാവാം ഈ മണ്ണിൽ നിൽക്കുന്ന ചെടികൾക്കൊന്നും അങ്ങനെ ഈ കോളീസിനൊന്നും ഞാൻ വളമൊന്നും ഇട്ട് കൊടുക്കാറില്ല. ഇപ്പം നിങ്ങൾ ചട്ടിയിലാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണമെന്നറിയാമോ, സ്വല്പം ചാണകമൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കലക്കിയിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ആട്ടും കൂടൊക്കെ കഴുകുന്ന വെള്ളമൊക്കെ ചിലപ്പം കൊണ്ടുവന്ന് അതിൻ്റെയൊക്കെ ചുവട്ടിലൊഴിക്കും. പിന്നെ അതുപോലെ തന്നെ അരി കഴുകുന്ന വെള്ളവും ഉഴുന്ന് കഴുകുന്ന വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ അങ്ങ് നല്ല രീതിയിൽ വളർന്നു വരും. ഇതിന് പൈസ കൊടുത്ത് പ്രത്യേകിച്ച് വളമൊന്നും വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചെടിയൊക്കെ ഒന്ന് നടാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ മുറ്റമൊക്കെ ഒന്ന് ഭംഗി കൂട്ടാനായിട്ട് ശ്രമിക്കുക. ഇനി ഓണകാലമൊക്കെ ആണല്ലോ വരുന്നത്. അപ്പം നമ്മുടെ മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ ചെടികളിങ്ങനെ ഇലച്ചെടികളാണെങ്കിൽ തന്നെ നല്ല ഭംഗിയല്ലേ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ നടാനായിട്ട് ശ്രമിക്കുക. കുറേ പേര് ഇങ്ങനെ ചെടികളൊക്കെ നടുന്നുണ്ട്, കുറേ പേര് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറേ പേര് കൊച്ചു വരുമാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പം നല്ല കാര്യമാണ്. അപ്പോൾ ഒരു കൈത്താങ്ങ് നമ്മുടെ ഭർത്താവിന് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ. അപ്പം തീർച്ചയായിട്ടും നിങ്ങളും എല്ലാവരും ഇതേപോലെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓണം കൃഷി ചാലഞ്ചിനെ കുറിച്ച് ഇനി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാം വ്യക്തമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർ ഒന്ന് വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക.
അപ്പം നിങ്ങൾക്ക് ഈ കോളീസിൻ്റെ പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളിത് നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ 1 വീക്ക് നമ്മൾ പ്രൊഫഷണൽ കൊറിയർ വഴിയായിരിക്കും അയക്കുന്നത്. അതിനകത്ത് പിന്നെ ഹോം ഡെലിവറി കാണത്തില്ല, നിങ്ങൾക്ക് അവിടെ പോയി നിങ്ങൾക്ക് കളക്ട് ചെയ്യേണ്ടി വരും. അതല്ല നിങ്ങൾക്ക് 1 വീക്ക് കഴിഞ്ഞു മതിയെന്നുണ്ടെങ്കിൽ ഹോം ഡെലിവറിയൊക്കെ ആക്റ്റീവ് ആവും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ കോളീസിൻ്റെ പ്ലാൻസ് ആണെങ്കിലും മറ്റുള്ള പ്ലാൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത് കേട്ടോ. അതുപോലെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടി ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.